ഹലോ 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 ആ കേൾക്കത്തില്ലേ? അതെ ഞാൻ ഉപയോഗിതാണ് കൊച്ചിന്ന്, മനസ്സിലായോ? മനസ്സിലായി. ഞാൻ നമ്മൾ അന്ന് സംസാരിച്ച കാര്യത്തിനല്ല വിളിച്ചത്. ഉം, ഞാൻ താങ്കളുടെ ഒരു വീഡിയോയിലെ ഉം, താങ്കളുടെ ചില പരാമർശങ്ങൾ കണ്ടു. ഉം, മറ്റേ പറയ്. മദ്യപാനം, ഉം, പിന്നെ വ്യഭിചാരം, പലിശ, ഉം. ചൂതാട്ടം, ഇതൊക്കെ ഇസ്ലാം കൊണ്ടുവന്നാണ്. കൊണ്ടുവന്നാണെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ടെ. ഉം, അതെല്ലാം ഇസ്ലാമിന്റെ സംഭാവനയാണ്. ഉം, അടിമത്തം ഇസ്ലാം കൊണ്ടുവന്നതല്ല. ഉം. അപ്പൊ അതിന്റെ പേരിൽ മറ്റുള്ളതൊക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞതൊക്കെ ഇസ്ലാം നിരോധിച്ചു, അടിമത്തം ഇസ്ലാം നിരോധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വീഡിയോ പറഞ്ഞായിട്ട് ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞായിട്ടാ കണ്ടത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസമുള്ള ആളാണോ? ഞാൻ ഓപ്പണായിട്ട് ഇല്ല, ചോദിക്കുന്നത് അതല്ല. നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഇല്ല, ഞാൻ കേട്ടത് അങ്ങനെ തന്നെയാണ്. ഇസ്ലാം ഇസ്ലാം ഒന്ന് കേൾപ്പിക്കോ? കൊണ്ടുവന്ന ഒന്ന് കേൾപ്പിക്കോ? താങ്കളെ മാര്യത്ത് കുത്തുബിയ എന്ന ഒരു കുത്തുബിയല്ല, കിബിത്തിയ. എന്നാവട്ടെ. എന്തേലും ആയാൽ ശരിയാവില്ലേ? പേര് അക്ഷരം അർത്ഥാകെ മാറിയില്ലേ? ശരി, എനിക്ക് സംസാരിക്കുന്ന ചെറിയ പ്രശ്നം, അതാണ് അങ്ങനെ വരുന്നത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാക്കുന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനകത്ത് താങ്കൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മദ്യം, വ്യഭിചാരം, പലിശ, അതെല്ലാം ഇസ്ലാം കൊണ്ടുവന്നാണ് എന്ന് ആര് പറഞ്ഞു? ആ വീഡിയോ താങ്കൾ പറയുന്നുണ്ട്. മറ്റേ അടിമത്വം ഇസ്ലാം കൊണ്ടുവന്നതല്ല, അതിന്റെ ഒരു ഇസ്ലാം നിരൂപിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ കേട്ടു. താങ്കൾ എങ്ങനെ പറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ കേൾക്കുന്നിടത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക്. താങ്കൾ പറഞ്ഞത് മനസ്സിലാക്കുന്നതിൽ എന്തോ പ്രയാസമുണ്ട്. അല്ല, പറഞ്ഞത് എങ്ങനെയാണ്? അല്ല, ഞാൻ വേറെ ഇനി പറയണ്ടല്ലോ, അത് അതിനകത്തുണ്ടല്ലോ. ആ വീഡിയോ ഒന്ന് കേൾപ്പിച്ചോളൂ, വേറൊരു ഡിവൈസ് എടുത്തിട്ട്. എന്തായാലും അപ്പൊ ഞാൻ പറഞ്ഞ് തെറ്റിയാൽ താങ്കൾ പറയുന്നത് ഞാൻ നോക്കട്ടെ, ഒന്നുകൂടി ആ വീഡിയോ നോക്കിട്ട് പറയാം. ഞാൻ പറയാൻ വന്ന കാര്യം ഇതുവരെയും പറഞ്ഞില്ല. ഒരു മിനിറ്റ് ഞാൻ ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് അതൊന്നും കറക്റ്റ് ചെയ്തിട്ടുണ്ട് വിളിക്കുക. അതൊന്ന് കേട്ടിടാന്ന് എഴുതി വെച്ചോളി മണി, ആ സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോളി. ഞാൻ സുഹൃത്തെ, ഞാൻ നിങ്ങൾക്ക് ഞാൻ വിളിക്കുന്ന സമയത്ത് സമയം ഉണ്ടാവാറില്ല. അതാണ് ഞാൻ ഈ സമയത്ത് വിളിച്ചത്. നിങ്ങൾ വിളിക്കണോണ്ടല്ല, ഞാൻ ഇപ്പൊ ഫുഡ് കഴിച്ചോണ്ടിരിക്കണോണ്ട് എന്റെ കയ്യിൽ ഫോണുണ്ട്, അത്രേ ഉള്ളൂ. അല്ലെ എടുക്കൂല. അത് ശരി. സമയമുള്ളത് കൊണ്ട് എടുക്കും, സമയമില്ലെങ്കിൽ വേറെ പണിയും സ്വയം ഉണ്ട്. മനസ്സിലായി. അതിന്റെ പേരെയാണ് ഈ സമയത്ത് വിളിച്ചത്. ഞാൻ സാധാരണ 11 മണിക്കൊക്കെ വിളിക്കാറുള്ളത്. മനസ്സിലായി. അപ്പൊ താങ്കൾ ഓഫീസിലാണ്, ജോലി തിരക്കാണെന്ന് പറഞ്ഞത് വരെ ഈ സമയത്ത് വിളിച്ചത്. അപ്പൊ എനിക്ക് എന്റെ സംശയം പറഞ്ഞു വന്നില്ല. കാര്യം തെറ്റാണ്. കാരണം ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്യാം, കുഴപ്പമില്ല. അത് നോക്കട്ടെ. ഇപ്പൊ ഞാൻ ചോദിച്ചത് എന്താണെന്നും കൂടി പറഞ്ഞുതരാം. ഇനിയിപ്പോ നിങ്ങളൊന്ന് പോയി നോക്കിക്കോളി, ഞാൻ പറഞ്ഞ തന്നെയാണോന്ന്. അതായത് അടിമത്തം നിരോധിച്ചില്ല എന്ന് പറയുന്നതിന് ന്യായീകരണമായിട്ട് പറയുന്ന ഒരു വാദമാണ് അടിമത്തം ഇസ്ലാം കൊണ്ടുവന്നതല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മള് തിരിച്ച് സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പൊ ഇസ്ലാം നിരോധിച്ച സാധനങ്ങളൊക്കെ ഇസ്ലാം കൊണ്ടുവന്നതാണല്ലേ എന്ന്. അങ്ങനെ. ഒരു കാര്യം നിരോധിക്കുന്നതും തെറ്റാണെന്ന് പറയുന്നത് അത് ഇസ്ലാം കൊണ്ടുവന്നോ ഇല്ലേ നോക്കിയിട്ടല്ലോ. അതെ, ഈ നിരോധിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ നിന്ന് അത് ഇല്ലാതാക്കുക, അങ്ങനെയാണ്. അതെ, അത് തെറ്റാണെന്ന് പറയാം. ഇല്ല, അതിപ്പോ ഇസ്ലാം നിരോധിച്ച പറയുന്ന സംഭവങ്ങളൊക്കെ നിലവിലുണ്ടല്ലോ സമൂഹത്തിൽ. മദ്യപാനമുണ്ട്, വിചാരമുണ്ട്, ചൂതാട്ടമുണ്ട്, പലിശ ഉണ്ട്. അപ്പൊ അത് സമൂഹത്തില്, അപ്പൊ അതൊന്നും നിലനിൽക്കൂലെന്ന്, ആ ന്യായങ്ങളൊന്നും നിലനിൽക്കൂലെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ല, ഇസ്ലാം നിരോധിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം നിരോധിക്കുക എന്നാൽ ആ സംഭവം തെറ്റാണെന്ന് പറയാ, അത് ചെയ്യരുതെന്ന് പറയാം. ആ രീതിയിൽ അടിമത്തം അങ്ങനെ പറഞ്ഞിട്ടില്ല. പലിശയും കള്ളുകൂടിയൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ലോകാവസാനം വരെ അടിമത്തം ഇസ്ലാം ഹലാലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അല്ലെ? ഞാൻ പറഞ്ഞതല്ല, അത് അങ്ങനെയാണുള്ളത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്. അല്ലാത്തൊരു മനസ്സിലാക്കലുണ്ടെങ്കിൽ പറഞ്ഞോളൂ എങ്ങനെയാണത്. അല്ല, ഞാൻ ചോദിച്ചതല്ല. അതെ, എന്റെ മനസ്സിലാക്കലും ഗ്രന്ഥത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതും ഇപ്പോഴും പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോ നിലവില് അങ്ങനെ അത് ഹലാലാക്കി എന്ന ഒരു അറിവ് വെച്ചുകൊണ്ട് ഏതെങ്കിലും മുസ്ലിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഫോളോ ചെയ്യുന്നതായിട്ട്? ഇപ്പൊ ഞാനൊരു ഇന്റർനാഷണൽ ന്യൂസ്, ഒരു അറബ് കൺട്രിയുടെ ന്യൂസ് പേപ്പർ വായിക്കായിരുന്നു, ഇംഗ്ലീഷിലുള്ളത്. അതില് ഒരു സ്വീഡനില് ഒരു സ്ത്രീയെ 16 വർഷത്തേക്കോ ജയിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്.
2015 ഐസിസിന്റെ സിറിയൻ അധിനിവേശ കാലത്ത് ആ സ്ത്രീ യസീദി പെൺകുട്ടികളെ അവരുടെ വീട്ടിൽ അടിമകളായി സൂക്ഷിച്ചു എന്നുള്ളതാണ്. അവർ IS-ന്റെ ആളല്ല കേട്ടോ, IS കാരിയല്ല, പക്ഷെ ഒരു മുസ്ലിം സ്ത്രീയാണ്. അടിമകൾ വിൽക്കാൻ കിട്ടിയപ്പോ അവർ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു. അതാണ് കേസ്. അപ്പൊ അതാണ് ഇപ്പൊ താങ്കൾ അറിഞ്ഞത്. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അത് ഗ്രന്ഥത്തിലുള്ളത് കൊണ്ടാണ് സുഹൃത്തെ, ഗ്രന്ഥത്തിലുണ്ട്, ഖുർആനിലുണ്ട്. അടിമത്തം കുഴപ്പമില്ല ചെയ്തു അങ്ങനെയാണ്. അത് എവിടെയുള്ള അനുവദിക്കുന്ന ഇഷ്ടംപോലെ വചനങ്ങളുണ്ട്. പറയട്ടെ ഒരു കാര്യം, ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യം അത് നിർത്തലാക്കണം എന്ന് വിചാരിച്ചാൽ അള്ളാഹ് ഏതറ്റം വരെയും പോകുന്നു. നമുക്ക് സൈനബ് സെയ്ദ് കല്യാണത്തിൽ അറിയില്ലേ, ദത്തു നിരോധനത്തിന് വേണ്ടി അള്ളയും മുഹമ്മദ് നബി എന്തൊക്കെ റിസ്ക് എടുത്തു, മുഹമ്മദ് നബി എന്തോരം ചീത്തപ്പേര് കേട്ടു. അപ്പൊ അതൊരു തിന്മയായിട്ട് കണ്ടോണ്ടാണല്ലോ. എന്നതുപോലെ അടിമത്തം തെറ്റാണ്. സ്വന്തം മക്കളല്ല, സ്വന്തം വാപ്പാനെ അല്ലാതെ വാപ്പാന്ന് വിളിക്കരുത് എന്ന് കൽപ്പിച്ച ഖുർആൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, അത് പറഞ്ഞ ഖുർആനില് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കരുതേ എന്ന് പറഞ്ഞിട്ടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, തെറ്റാന്ന് പറഞ്ഞെങ്കിലും അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വചനങ്ങൾ ഖുർആനിലുണ്ട്. പറയൂ, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനം പോലും ഇല്ല. തെറ്റാണ് എന്ന് പറയുന്ന ഒരു വചനം പറയൂ. ഒരുപാട് വചനങ്ങളുണ്ട്. അതിപ്പോ നമുക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, നമുക്കത് സെർച്ച് ചെയ്തൊക്കെ നോക്കിയെടുക്കേണ്ടി വരും. ഒരു തിന്മയായിട്ടുള്ള ഒരു കാര്യം അതിപ്പം കള്ളുകൂടി പ്രോത്സാഹിപ്പിക്കാതിരുന്നാ മതിയോ? പോരല്ലോ. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണ്ടേ? കള്ളൂടി തെറ്റാന്ന് പറഞ്ഞിട്ടില്ലേ? പറയണ്ടേ? കള്ളൂടി നിരോധിച്ചിട്ടില്ലേ? കള്ളൂടി അത് തെറ്റാണെന്ന് പറയും, അത് നിരോധിക്കുകയും ചെയ്തിട്ടില്ലേ? അതെ. അടിമത്തോ? അല്ല, അടിമത്വം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ നിലവിൽ ഇന്ന് സമൂഹത്തിൽ ഇന്ന് അടിമത്വം എന്ന സംഭവം ലോകത്ത് എവിടെയും ഇല്ല. പിന്നെ ചില വ്യക്തികള്, താങ്കൾ പറഞ്ഞ പോലെ ചില വ്യക്തികള് അങ്ങനെ ചെയ്യുന്നത് അത് ഇസ്ലാമിന് നിലനിൽക്കുന്നതിന് അതിനർത്ഥമില്ല. ഒരു മുസ്ലിം സ്ത്രീയാണ് ഇപ്പൊ സ്വീഡനിലുള്ളത്, ചെയ്തവര് മുസ്ലിം സ്ത്രീയാണ്. മുഹമ്മദ് നബി ചെയ്ത ആ കാലഘട്ടത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന സംസ്കാരമല്ലേ? ശരി, മുഹമ്മദ് നബി ചെയ്തത് സുന്നത്തല്ലേ സുഹൃത്തെ? ഒരു കാലഘട്ടത്തിലുള്ള ഒരു സംസ്കാരം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ 18 വയസ്സല്ലേ നമ്മളെ പെൺകുട്ടികളെ കല്യാണം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരം അത് തിന്മയാണെങ്കിൽ അതിന്റെ കൂടെ കൂടി അത് ചെയ്യാനാണ് നബി വന്നത്, അതോ തെറ്റാണെന്ന്? അന്ന് തിന്മയല്ലല്ലോ, അത് ആ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നതാണല്ലോ. തിന്മയാവുന്നത് എപ്പോഴാണ്? അടിമത്തം തിന്മയാണ്, അന്ന് ആ ആൾക്കാർക്ക് ബോധം ഉണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ ഉദാഹരണം പറയാൻ അനുവദിക്കോ? ഒരു ഉദാഹരണം പറയട്ടെ. പറഞ്ഞോളൂ. ഇപ്പൊ നമ്മളെ കല്യാണപ്രായം, പെൺകുട്ടികളുടെ കല്യാണത്തിന് 18 വയസ്സാണ് ഇപ്പോ നിലവിലുള്ളത്, അല്ലേ? അപ്പൊ 21 ആക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് 21 ആക്കി കഴിഞ്ഞാല് 18 വയസ്സ് കല്യാണം കഴിച്ചവർക്ക് പോഷകപ്രതികളാവും? ആവൂല. ഏത് കാലത്തും ആ കാലഘട്ടത്തിൽ ഇപ്പം 8 വയസ്സിലും 10 വയസ്സിലും കല്യാണം കഴിച്ച കുട്ടികള് ബാലവിവാഹത്തിന് ഇരയായവരും അത് അവരുടെ ജീവിതത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അത് തെറ്റായിരുന്നു. അത് തെറ്റാണ് എന്നുള്ളത്, അത് ശരിയല്ല എന്നുള്ള ബോധം അന്നത്തെ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അതവര് മനുഷ്യന്മാര് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ പരിമിതിയുള്ള ആളല്ല പഠിച്ചവൻ. എല്ലാ കാലത്തേക്കുള്ള നിയമമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ആ കാലത്തേക്കുള്ളതൊന്നും ഈ കാലത്തേക്കുള്ളതൊന്നും അല്ലല്ലോ. ഇല്ല. അപ്പൊ അടിമത്തം ആ കാലത്തും തെറ്റാണ്, ഈ കാലത്തും തെറ്റാണ്. ആ കാലത്ത് അറിവില്ലാത്ത ആൾക്കാർ ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് തെറ്റല്ലതാവൂല. പഠിപ്പിച്ചിട്ടില്ല സുഹൃത്തെ. ഇപ്പോ നമുക്കത് തെറ്റാണെന്ന് പറയുമ്പോഴും അന്നത് തെറ്റായിരുന്നില്ല. എല്ലാ കാലത്തും തെറ്റാണ്, പക്ഷെ അത് അന്ന് ആളുകൾക്ക് തെറ്റാണെന്ന് അറിയില്ലായിരുന്നു. സുഹൃത്ത്, അതാണ് പറഞ്ഞത്. ഇപ്പൊ 18 വയസ്സൊക്കെ ഞാൻ കഴിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് 21 വയസ്സാക്കുമ്പോ തോന്നും. അള്ളാഹുവിനെ അറിയില്ലായിരുന്നു അടിമത്തം തെറ്റാണ്. എന്താ അറിയാത്തത്? അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. എന്നിട്ട് എന്താ അള്ളാഹ് തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല? തെറ്റാന്ന് പഠിപ്പിക്കാതെ തന്നെ ഇന്ന് നിലവിൽ സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടായല്ലോ. ഇന്നിപ്പോ നിലവിലില്ലല്ലോ. ഇപ്പൊ മദ്യപാനവും ചൂതാട്ടവും വ്യഭിചാരവും പലിശയും പോലെ വ്യാപകമായിട്ട് നിലവിലില്ല. പിന്നെ ഏതൊരു വ്യക്തികൾ താങ്കൾ പറഞ്ഞ പോലെ സ്വീഡനിൽ സ്ത്രീ അങ്ങനെ ചെയ്തു, അങ്ങനെ ഇടയിൽ പൊക്കിക്കൊണ്ടിരാന്നല്ലാതെ സമൂഹത്തിൽ നിലവിലില്ല. സ്വീഡനിൽ ചെയ്തു എന്നല്ല കേസ്.
മനസ്സിലായോ? സ്വീഡനിൽ പിന്നീട് പൗരത്വം സ്വീകരിച്ച സ്ത്രീ അവര് അടിമകളെ സൂക്ഷിച്ചു എന്നുള്ളതാണ് കേസ്. അതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വ്യക്തി ചെയ്തതൊന്നും ഇസ്ലാമിനെ വെച്ച് വിട്ടല്ലേ. ഇസ്ലാമിൽ കള്ളു കുടിക്കുന്ന മുസ്ലിംമാര് ഒരുപാട് പേരുണ്ട്. അതിന്റെ അർത്ഥം മുസ്ലിം ഇസ്ലാം കള്ളിനെ അനുവദിച്ചു എന്നാണോ? അങ്ങനെ പോലെ അടിമത്തം ചെയ്യാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതിന്റെ അർത്ഥം അടിമത്തം ഹലാലാണെന്നാണോ? നിലവിലില്ല. അടിമത്തം സമ്പ്രദായം നിലവിൽ സമൂഹത്തിലില്ല, ലോകത്തില്ല. മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കിട്ടല്ലോ നിയമം പറയാം. അങ്ങനെയല്ലല്ലോ നിയമം പറയാൻ ലോകത്തിലെ മനുഷ്യരെ ഗ്രന്ഥത്തിലുണ്ടോ നോക്കിട്ടല്ലേ. ഗ്രന്ഥത്തിൽ അങ്ങനെ കൊടുക്കാഞ്ഞത് സമൂഹത്തിൽ അത് ഇല്ലാതാവുന്ന അള്ളാഹു നേരത്തെ അറിയാം. മുൻകൂട്ടി നിരോധിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അത് നിരോധിച്ചതൊക്കെ ഇന്ന് സമൂഹത്തിൽ നിലനിന്നു പോകുന്നു. പിന്നെ എന്തിനീ കഷ്ടപ്പെട്ടത്? നബിനൊക്കെ പറഞ്ഞയച്ച് കഷ്ടപ്പെട്ടേ? നബിനെ പറഞ്ഞത് ലോകത്തിന് സംസ്കാരം പഠിച്ചു കൊടുക്കാൻ വേണ്ടി. ദത്തവകാശമൊക്കെ എപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇപ്പൊ ദത്തെടുക്കാൻ പറ്റും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ നിയമത്തിലല്ലേ പോകുന്നത്. അപ്പൊ മുഹമ്മദ് നബിക്ക് ചീത്ത പേരുണ്ടാക്കി വളർത്തു മകന്റെ ഭാര്യ കെട്ടിയൻ എന്ന ആക്ഷേപമൊക്കെ കേട്ടിട്ടും അള്ളാഹ് തീരുമാനം എടുത്ത് നടപ്പിലാക്കിയത് ഇപ്പൊ എന്തിനാ വെറുതെ നിങ്ങളങ്ങനെ ദുർവാക്കിയാനിക്കുന്ന സുഹൃത്തെ. മുഹമ്മദ് നബി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ നിയമം ഖുറാനിൽ ഉണ്ടാക്കുന്നതാണ്. അത് ഞങ്ങൾ പറയണത്. നിങ്ങൾ പറയണത് എന്താ? ആ നിയമം തെറ്റാണ്, അതായത് ദത്ത് തെറ്റാണ് എന്ന് പഠിപ്പിക്കാനല്ലേ ഈ കഷ്ടപ്പെടുത്തി കല്യാണം കഴിപ്പിച്ച മകളെ കൊണ്ട്? ചിലപ്പോ ശരിയായിരിക്കും. ലോകത്തിന് മാതൃകയായി വന്നിട്ട് മുഹമ്മദ് തങ്ങൾ കൊണ്ടുപോകണമല്ലോ ലോകത്തിനെ അറിയിക്കാൻ. ഭയങ്കര മാതൃകയായിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ മുഹമ്മദ് ആ ചീത്ത പേരുമായി അന്നത്തെ കാലത്ത് തന്നെ ആ കാലത്ത് മനുഷ്യന്മാര് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തെ, മനുഷ്യന്മാര് അമ്മനെ തല്ലിയ 2 വർഷം ഇല്ലേ? ഏത് കാര്യവും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. ഇപ്പൊ ഒരു കൊലയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലൊരു സ്ഥലത്തൊരു കൊലപാതകം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടി നിൽക്കുന്ന ആൾക്കാര് അതിന് എന്തെല്ലാം അഭിപ്രായം പറയും? അതൊന്നും നിങ്ങൾ ന്യായമായിട്ട് പറയല്ലേ. അഭിപ്രായം പറഞ്ഞാലും ദത്ത് എടുക്കല്, ദത്ത് നിൽക്കലും പിന്നെ നമ്മൾ ദത്തെടുത്ത കുട്ടികൾക്ക് സ്വത്തവകാശം അനന്തരാവകാശം കൊടുക്കലും തെറ്റല്ല. അതേ സമയത്ത് പക്ഷെ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു വീണ ഒരു മനുഷ്യനെ അടിമയാക്കി പിടിച്ച് ക്രയവിക്രയാധികാരങ്ങളോട് കൂടി കീഴ്പ്പെടുത്തി വെക്കലും ചന്തയിൽ കൊണ്ടുപോയി വെക്കലൊക്കെ തെറ്റാണ്. പക്ഷെ ആദ്യത്തത് ശരി, ആദ്യത്തെ തെറ്റും രണ്ടാമത്തെ ശരിയാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് തെറ്റും അടിമത്തം ശരിയാണ്. അത് ഇസ്ലാമിന്റെ തലയിൽ നിങ്ങൾ തെറ്റിവെക്കാൻ ശ്രമിച്ചു. ഇന്ന് നിലവിലില്ല. നിലവിലില്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് തന്നെയാ. ഞാൻ കേൾക്കുന്നുണ്ട്. ഇസ്ലാമിനനുസരിച്ച് നമുക്കിപ്പോ അറിയാം ദത്ത് നല്ലതും ദത്ത് എന്ന് പറയുന്നത് ഒരു തിന്മയല്ല, അതൊരു നന്മയാണ്, അത് നല്ല കാര്യമാണെന്ന് നമുക്കറിയാം. അടിമത്തം തെറ്റാണെന്ന് നമുക്കിന്ന് അറിയാം. പക്ഷെ ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് ദത്ത് തെറ്റും അടിമത്തം ശരിയാണ്. എന്താണ് ദത്ത് എടുക്കല് നമുക്കറിയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ അംഗീകരിക്കുന്നില്ല. ദത്ത് നല്ലതാണ്, എപ്പോഴും നല്ലതാണ്. ഇല്ല, ദത്ത് എടുക്കുന്നതിന് നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ രക്തബന്ധം ഉണ്ടാവണം. അതിന് തന്നെ മുലപ്പാൽ ബന്ധം, അങ്ങനെ ഒരു സംഭവം അള്ളാഹു. ഞാൻ നിങ്ങൾക്ക് ഇനി ഇസ്ലാമിന്റെ ഇത് മനസ്സിലാക്കാൻ ഒരു സാധനം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളെ കുടുംബത്തില് ഒരു എത്തിയും കുട്ടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. വാപ്പ മരിച്ചു, ഒരു കുട്ടി, ആ പിന്നെയും മരിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു വിചാരിച്ചു. ആ കുട്ടീനെ നിങ്ങൾ എടുത്തു വളർത്തിയെന്ന് വിചാരിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 25 വയസ്സുണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊരു ചെറിയ പെൺകുട്ടീനെ ഒരു 5 വയസ്സ് 6 വയസ്സിൽ എടുത്ത് വളർത്തി. ആ കുട്ടിക്ക് ഇപ്പൊ ഒരു 15, 16, 17 വയസ്സൊക്കെ ആയി. ആ കുട്ടീനെ കല്യാണം കഴിക്കൽ നിങ്ങൾക്ക് ഹലാലാണോ ഹറാമാണോ? രക്തബന്ധമൊന്നുമല്ല. രക്തബന്ധമൊന്നുമില്ല, മുലകൂടി ബന്ധമില്ല. എടുത്തു വളർത്തിയ എത്തിയും കുട്ടീനെ കല്യാണം കഴിക്കൽ ഹറാമാ? എടുത്തു വളർത്തിയ പെൺകുട്ടിയെ
നിങ്ങൾ തന്നെ ബന്ധമില്ലാത്ത അത് ഹലാലല്ലേ? അത് അതാണ് വളർത്തിയത് കൊണ്ട് ബന്ധാവുന്ന സുഹൃത്ത്. രക്തബന്ധത്തെ നിങ്ങൾ ഇല്ലാതാക്കല്ലേ? അല്ല, ഞാൻ വളർത്തി എന്നതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അള്ളാഹു വളർത്തുന്നതിന് ചില നിയമങ്ങൾ വെച്ചത് ഹറാമാക്കിയത് ദത്ത്. അല്ല സുഹൃത്തെ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞത് ഒരു പെൺകുട്ടിയെ ഞാൻ പറയുന്നത് മാത്രം പറയല്ലേ. നിങ്ങൾ പറയുന്നതിന് എന്റെ ഒരു ഉപയോഗ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടു, ഞാൻ പറഞ്ഞത് കേൾക്കും സുഹൃത്തെ. പറഞ്ഞോളി. താങ്കൾ പറഞ്ഞത് ഒരു കുട്ടിയെ, രക്തബന്ധം ഇല്ലാത്തൊരു കുട്ടിയെ ഞാനെടുത്ത് വളർത്തി വലുതാക്കി, അതിന് 17 വയസ്സ് വാപ്പായി എത്തി. എനിക്ക് ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ ഹറാമാണോ ഹലാലാണോ എന്നാണ് ചോദിച്ചത്. അത് ഹലാലായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വളർത്തുന്നതിൽ ചില നിയമങ്ങൾ അള്ളാഹു അതിന് അത് പേടിച്ചിട്ടാണ് അള്ളാഹ് നിരോധിച്ചത് എന്ന് പറയാം. പക്ഷെ അപ്പോഴും ഇപ്പോഴും നിങ്ങൾ യതീം കുട്ടിയെ എടുത്ത് സംരക്ഷിക്കൽ ഹലാലും ആ കുട്ടിയെ കല്യാണം കഴിക്കൽ ഹലാലുമാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ മുലകുടി ബന്ധം നിശ്ചയിച്ചത്. ഞാൻ പറഞ്ഞിറങ്ങക്കേ, അതുകൊണ്ടാണ് ദത്ത് നിരോധിക്കുകയും യതീം കുട്ടികളെ വളർത്തൽ അനുവദിക്കുകയും എന്നിട്ട് ആ വളർത്തിയ യതീം കുട്ടിയെ സ്വന്തം മക്കളെ പോലെ എടുത്ത് വളർത്തിയ കുട്ടീനെ കല്യാണം കഴിക്കാം. പക്ഷെ സ്വന്തം മക്കളെ പോലെ പരിഗണിക്കുകയോ അവർക്ക് സ്വത്തവകാശം കൊടുക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് ഇസ്ലാം. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. എല്ലാ അതിലെന്താ പറയാൻ, എനിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാല്ല. നിങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ നിങ്ങളെ ആവശ്യം ഇസ്ലാമിനെ കരിയിച്ച് കാണിക്കുക എന്നുള്ള മാത്രമാണ്. ഞാൻ പറയുന്നത് കരി ഒഴിച്ചാ കരി വെളുക്കും. അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വിജയമില്ല. നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഇതര സമുദായത്തിലുള്ള സംഖ്യകളും മാത്രമാണ്. ഒരു മുസ്ലിം പോലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു മുസ്ലിം പോലും ഇസ്ലാം വിട്ടു പോകില്ല. ഇല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട. ഒരു കാരണവശാലും വിടരുതട്ടോ. ഞാൻ പിടിക്കാന്നുള്ളതാണ്. ഈമാനാണ് ഏറ്റവും വലുത്. സുഹൃത്തെ, ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ. താങ്കളെ വിളിച്ച് തെറി പറയുന്നവര് താങ്കളെ വിളിച്ച് തെറി പറയുന്നവര് ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഞാൻ താങ്കളോട് സ്നേഹം അല്ല പറഞ്ഞത് അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും. അങ്ങനെയല്ല, അതൊക്കെ നമുക്ക് കേൾക്കുന്ന മനസ്സിലാവില്ലേ. ഞാൻ ചീത്ത വിളിക്കുന്നവരോട് ഞാൻ ഇങ്ങനെയല്ലല്ലോ പെരുമാറുക. അതെനിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് താങ്കൾ നമുക്ക് ചില കാര്യങ്ങളിലുള്ള അറിവുകളും അഭിപ്രായങ്ങളും അവരോട് പറയുന്നു മാത്രമേ ഉള്ളൂ. നല്ല കാര്യമാണ്. അത് അറിവ് ഇപ്പൊ എനിക്കറിയാത്ത താങ്കൾക്ക് അറിയാൻ പറ്റും, താങ്കൾക്ക് അറിയാത്ത എനിക്ക് അത് അങ്ങോട്ടും ചിന്തയിലെ ചില മാറ്റങ്ങൾ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. ഉണ്ടാവും, തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അത് അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, താങ്ക് യു. എന്താ വെച്ചാണോ? ഞാൻ വണ്ടി കയറി പിന്നെ വിളിക്കാം. ഈ ചർച്ച നമുക്കൊന്ന് ചർച്ച ചെയ്ത് ക്ലിയർ ആക്കാം. ആയിക്കോട്ടെ, ഓക്കെ, ശരി. ഹലോ, ഫ്രീ ആണോ? ഫ്രീ അല്ല, നിങ്ങൾ പറഞ്ഞോളി. ഈ സമയത്ത് വിളിക്കാൻ പറഞ്ഞല്ലേ, പറഞ്ഞോളി. വേറൊന്നുമില്ല, ഞാൻ ഇപ്പൊ 4 പ്രാവശ്യം താങ്കൾ ഫോൺ ചെയ്തു. നമ്മൾ സംസാരിച്ചു, ഒന്നും ഒരു പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് പോയത് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ? അപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയം നമ്മളൊന്നും ഒരു പൂർണ്ണതയിലെത്താതെയാണ് നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പറയുന്ന വിഷയത്തിൽ നിന്ന് മാറി വേറെ ഭാഗത്തേക്ക്, അപ്പൊ നമ്മൾ സമയം കിട്ടുന്നില്ല. ആ പറയുന്ന വിഷയത്തിൽ മാത്രം നിന്നിട്ട് നമുക്ക് അതൊക്കെ പൂർത്തിയാക്കുന്നതിന് ഏറ്റവും നല്ലത്. ഞാൻ പരമാവധി വിഷയത്തിൽ നിൽക്കാനാണ് ശ്രമിക്കാറ്. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടിമത്തത്തിന്റെ വിഷയം പറഞ്ഞു വന്നാൽ നമ്മളത് മറ്റേ ദത്തുപുത്ര സമ്പ്രദായത്തിലേക്ക് നീങ്ങി പിന്നെ അങ്ങോട്ട് പോയി. അടിമത്തത്തിൽ എന്താ പറയാനുള്ളത് എനിക്ക് മനസ്സിലായില്ല. അടിമത്തത്തിന്റെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതാണ്. ഇപ്പൊ ഈ ഇന്ന് ആധുനിക യുഗത്തില് ഇന്ന് ആ സമ്പ്രദായം ഒന്നും നിലവിലില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു ഇല്ല, അതെന്തെങ്കിലും ആവട്ടെ. എങ്ങനെയാണ് നിർത്തലായത്? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 23 കൊല്ലം കൊണ്ടാണ് ഖുർആൻ പൂർണ്ണമായി അവതരിച്ചത്.
ഈ 23 കൊല്ലവും ഈ വ്യവസ്ഥിതി അന്ന് അവിടെ നിലവിലുണ്ടായിരുന്നു. ശരിയല്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ ഖുർആൻ പരിശോധിച്ച് നോക്കുമ്പോൾ അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് പാലിക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ ഈ മറ്റേ തഫ്സീറും പരിഭാഷയൊക്കെ നോക്കുമ്പോൾ ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതായിട്ടുള്ള പല വചനങ്ങളും എനിക്ക് അതിന് കാണാൻ പറ്റിയിട്ടു. പല വചനങ്ങളും അടിമമോചനം, പിന്നെ ഈ 4:24 ഞാൻ വായിക്കാം. ഓക്കെ, അത് ഞാൻ വായിച്ചോളാം. അപ്പൊ എന്തായാലും അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ ഇസ്ലാം ഹലാലാക്കിയ ഒരു വിഷയം ഇന്ന് ലോകത്തൊരു മുസ്ലിം ഫോളോ ചെയ്യുന്നില്ല, ലോകത്തൊരു മുസ്ലിം രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇസ്ലാം ഹലാലാക്കി എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ അതിന് തക്കതായ തെളിവ് ഇന്ന് നിലവിലില്ല. ഇസ്ലാം എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടിന് മുമ്പ് രേഖപ്പെടുത്തി വെച്ച ഒരു ഗ്രന്ഥത്തില് അതിനുശേഷം അത് ഉണ്ടാവില്ല എന്ന് സൃഷ്ടാവിന് ബോധ്യപ്പെട്ട ഒരു കാര്യം അത് നിരോധിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. കാരണം നിലനിൽക്കുന്ന പല സംഭവങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കി. മനുഷ്യനോട് അതിനെ സമീപിക്കരുത്, അത് ചെയ്യരുത്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. നിലനിൽക്കൂല എന്ന് സൃഷ്ടാവിന് ബോധ്യമുള്ള ഒരു വിഷയം അത് നിരോധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സമൂഹത്തിൽ നിന്ന് അത് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു പോകും എന്ന് സൃഷ്ടാവിന് അറിയാമല്ലോ. നേരത്തെ അവരെല്ലാം അറിയുന്നവനാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അത് നിരോധിച്ചില്ല എന്നൊരു ആരോപണം. എന്താ പറയാ, അത് നിങ്ങൾ കണ്ടെത്തുന്ന ഓരോരോ ന്യായങ്ങൾ വെച്ചിട്ട് അല്ല പറയട്ടെ, അതിനോട് ഞാൻ പ്രതികരിക്കുമ്പോ നിങ്ങൾക്ക് വിഷമുണ്ടാവരുത്. അള്ളാഹുവിന് തലക്ക് സുഖമുണ്ടായിരുന്നില്ലേ? നിങ്ങൾ പറഞ്ഞതിന്റെ അബദ്ധം എത്ര നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് അറബ് നാട്ടില് 23 കൊല്ലം മുഹമ്മദ് നബി ജീവിച്ച സമയത്ത് 23 കൊല്ലവും അതവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മുഹമ്മദ് നബി വരുമ്പോ അവിടെ അടിമത്തുണ്ട്, മുഹമ്മദ് നബി പോകുമ്പോഴും അടിമത്തുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അള്ളാഹു അത് നിരോധിക്കാതിരുന്നത് അത് കാലക്രമേണ സമൂഹത്തിൽ താനേ ഇല്ലാതായിക്കോളും, അതുകൊണ്ട് പിന്നെ അത് ഹറാമാക്കണ്ട എന്ന ലോജിക്ക് വെച്ചിട്ടാണ്. ഹറാമാക്കിയില്ല, ഹറാമാക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സമീപിക്കരുത് എന്ന്, അതായത് നമ്മൾ ചെയ്യരുത് എന്ന വിഷയമാണ്. അത് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല എന്നതാണ് നമ്മൾ ഹറാമെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല ശരിയല്ലേ? അങ്ങനെ തെറ്റാണെന്ന്, അതൊരു തിന്മയാണെന്ന് അല്ല ഒരു തെറ്റാണ് മോശം കാര്യമാണെന്ന് പഠിപ്പിക്കാണ്ട് വന്നിട്ടില്ല. അത് പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ? അപ്പൊ താങ്കൾ പറഞ്ഞ 4:24 പറഞ്ഞ ഖുർആനിലെ അത് ഞാൻ പരിശോധിച്ചു നോക്കാം. ഇപ്പൊ തന്നെ ഞാൻ വായിച്ചുതരാം. മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അതെ. നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റില് അടിമ സ്ത്രീകൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മറ്റൊരാളുടെ ഭാര്യ ആയിരിക്കുകയാണെങ്കിലും അടിമ സ്ത്രീ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതെ, തീർച്ചയായും. അതിനർത്ഥം എന്താ? എന്തിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പറയുന്നത് അതേപോലെ അല്ല, അതേപോലെ മനുഷ്യർക്ക് അനുവദനീയമായ ലൈംഗിക ബന്ധം എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നത് ഭാര്യമാര് പിന്നെ അടിമ സ്ത്രീകൾ. അതെ. അപ്പൊ അടിമ സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപയോഗം ചെയ്യാം എന്നതാണ്. അപ്പൊ അതിനവരെ പ്രത്യേകിച്ച് വിവാഹം കഴിക്കേണ്ട കാര്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പറയട്ടെ. ഈ അടിമ സ്ത്രീകളെ വില കൊടുത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റും. അതിനും ഖുർആനിൽ വിലക്കൊന്നുമില്ല. മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. അതായത് മനുഷ്യരാണ് കേട്ടോ, മനുഷ്യരെ വില കൊടുത്ത് വാങ്ങുക, വിൽക്കുക, പകരം 2 or 3 കറുത്ത അടിമകളെ കൊടുത്തിട്ട് ഒരു വെളുത്ത അടിമേനെ വാങ്ങുക എന്നിത്യാദി കലാപരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് നബി. ഓക്കെ, ഇതൊരു തെറ്റാണോ ശരി? ഇതൊരു നോർമൽ ആയിട്ടുള്ള കാര്യം, കുഴപ്പമൊന്നുമില്ലാത്ത പ്രശ്നമാണോ, അതൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണോ? നിങ്ങൾ ഇതിന്റെ ഉത്തരം ഞാൻ കഴിഞ്ഞ തവണ ഞാൻ താങ്കൾക്ക് ചെറുതായിട്ട് ഒരു ഉദാഹരണത്തിൽ പറഞ്ഞു തന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മളെ കണ്ണിൽ, ഇപ്പോഴത്തെ നമ്മളുടെ ദൃഷ്ടിയിൽ നമുക്കത് തെറ്റാണ്. അന്നത് തെറ്റായിരുന്നു, അത് വ്യവസ്ഥിതിയായിരുന്നു, ആ സംസ്കാരമായിരുന്നു, ആ കാലഘട്ടത്തിൽ അവതരിച്ച വചനങ്ങളാണ് ഈ താങ്കൾ പറയുന്നതെല്ലാം. അത് കാലാകാലം നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഖുർആനിൽ തെളിയിക്കാൻ പറ്റും? ഖുർആനിൽ ഒരു കാര്യം എല്ലാ കാലത്തേക്കുള്ളതല്ലേ ഖുർആൻ? മനസ്സിലായി, എല്ലാ കാലത്തേക്കുള്ളതാണ് ഖുർആൻ. അപ്പൊ ഖുർആൻ ഒരു കാര്യം ചെയ്യാൻ നോക്കൂ. ഇന്നത്തെ
ഖുർആനിലെ വചനം ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞു വേറെ വഴിക്ക് പോലെ ഞാൻ പറയണത് ഇല്ല നിങ്ങൾ പറഞ്ഞ മറുപടി ഞാൻ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, പറഞ്ഞോളൂ. അതായത് അന്നത്തെ കാലത്ത് അത് തെറ്റായിരുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ആ വാദം തെറ്റാണ്. ആ വാദം തെറ്റാണ്. ആ സംസ്കാരം തെറ്റായിരുന്നു. പക്ഷെ അന്നത്തെ ജനങ്ങൾക്ക് ഒരു മിനിറ്റ്, അന്നത്തെ മനുഷ്യർക്ക് അത് തെറ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലാവാണ്ടല്ല. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. നമ്മൾ 18 വയസ്സ് കല്യാണം കഴിക്കുമ്പോൾ 21 വയസ്സ് ഞാൻ പിന്നെ കല്യാണം പറയുമ്പോൾ നിങ്ങൾ ഉദാഹരണം നമുക്ക് അടിമത്തത്തിൽ തന്നെ പറയാം. ഞാൻ ചോദിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ മനുസ്മൃതിയിൽ ഉണ്ടായിരുന്നതാണ്, മനുസ്മൃതിയിൽ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ് വേദം കേൾക്കുന്നവനെ അല്ലെങ്കിൽ ബ്രാഹ്മണൻ ഇരുന്നിടത്തിരിക്കുന്നവനെ അവനെ പൃഷ്ഠം ഛേദിക്കണം എന്നൊരു ഗ്രന്ഥത്തിലുണ്ട്. അങ്ങനെയൊക്കെ ഇത് അന്നത്തെ കാലത്തും തെറ്റാണ്, ഇന്ന് ചെയ്താലും തെറ്റാണ് അല്ലേ? അന്ന് ചെയ്താൽ ശരിയാ? അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ഓരോ കാലഘട്ടത്തില് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, വേദം ഒഴിഞ്ഞു കേൾക്കുന്ന ശൂദ്രന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് മനുസ്മൃതി നിലവിലുള്ള കാലത്തുള്ളത് ശരിയും ഇപ്പൊ തെറ്റുവാണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊന്നുമല്ല. അന്ന് അവർക്കത് ശരിയായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. നമുക്ക് ശരിയല്ല നമ്മളെ കാര്യം ചോദിക്കണേ. അതെ, നമുക്ക് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ തെറ്റാണ്. ഇതിനു മുമ്പ് ഇതൊക്കെ തെറ്റാണ്. മാറുമറക്കാൻ അവകാശം. പോയിന്റിലേക്ക് എത്തി. അതായത് നമ്മൾ മനുഷ്യരാലോചിക്കുമ്പോൾ നമ്മളുടെ അറിവ് അനുസരിച്ച് ആലോചിക്കുമ്പോൾ അന്നത്തെ അടിമത്തവും തെറ്റാണ്, ഇന്നും അടിമത്തം തെറ്റാണ്, അന്നും തെറ്റാണ്. പക്ഷെ അന്നത്തെ മനുഷ്യർക്ക് അത് തെറ്റാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അതല്ലേ പ്രശ്നം? അല്ലേ? നമുക്ക് കഴിഞ്ഞു പോയ കാലത്ത് നടന്ന സംഭവങ്ങൾ അത് അവർക്ക് തെറ്റാണ് ബോധ്യപ്പെടൂല. കാരണം അവര് തുടർന്നു പോകുന്ന സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളത് അവർക്ക് തെറ്റായിട്ട് മനസ്സിലായിട്ടില്ല. അതല്ലേ കാര്യം? മനസ്സിലാവൂല. ഇനി ഈ ഖുർആന് ആരടുത്തുള്ളതാ? അള്ളാഹുവിന് അറിയില്ലേ ഇത് തെറ്റാണെന്ന്? അറിയാം. അള്ളാഹു തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ത് കാലം എന്ന് പറയുന്നത് അള്ളാഹിന്റെ മുകളിൽ നമസ്കരിക്കുമ്പോൾ മദ്യപിച്ചിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. വിഷയത്തിന് മാറി മാറി പോലെ പാടില്ല എന്ന് അറിയാലോ. എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ നിയമം, ഒരു കാലഘട്ടത്തിലും കാലഹരണപ്പെട്ടു പോകാത്ത ഖുർആനിക നിയമം അവതരിപ്പിച്ചു തരുന്ന അള്ളാഹുവിന് കാലത്തിന്റെ പരിമിതി ഉണ്ടോ? ഇല്ല, പരിമിതിയില്ല. കാലഘട്ടത്തിന്റെ പരിമിതി ഇല്ലാത്ത അള്ളാഹു അടിമത്ത വ്യവസ്ഥിതി അംഗീകരിച്ചു കൊടുത്തു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? ആ കാലഘട്ടത്തിൽ നടക്കുന്നത് ഒരു സുപ്രഭാതം ഓടി വന്ന് അടിമത്തം എല്ലാം നിർത്തിയിട്ട് എന്ന് പറയാൻ പറ്റിയ സമ്പ്രദായമല്ലല്ലോ അത്. നിങ്ങൾ വിഷയത്തിൽ നിൽക്കും. അതായത് അന്നത്തെ കാലത്തെങ്കിലും അള്ളാഹു അനുവദിച്ചു കൊടുത്തു അല്ലേ? അതെ, അള്ളാഹു അനുവദിച്ചു കൊടുത്തു. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞത് അത് കാലക്രമേണ തനിയെ ഇല്ലാതായിക്കോളും എന്നതുകൊണ്ടാണ് അള്ളാഹു തെറ്റാണ് എന്ന് പറയാതിരുന്നത്. അതിന്റെ മാർഗങ്ങൾ ഞാൻ ചെറിയ ഉദാഹരണം പറയട്ടെ സുഹൃത്ത്. ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് പണ്ട് അറബികളൊക്കെ അന്യ ദേശത്തെടുത്തോ കച്ചവടത്തിന് ആ കാലഘട്ടത്തിലിട്ടോ, പ്രവാചക കാലഘട്ടത്തിൽ കച്ചവടത്തിന് പോകുമ്പോൾ അവിടെ അടിമ സ്ത്രീകളെ വാങ്ങുകയും ഉപയോഗിക്കുകയും തിരിച്ചു വരുമ്പോൾ വിൽക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ കഥ കേട്ടിട്ടുണ്ട്. അടിമ സ്ത്രീകളെ വാങ്ങണമെന്നില്ല, മുത്താ വിവാഹം എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അത് പിന്നെ ആക്കി കൊടുത്താണ്. പിന്നീട് അങ്ങനെ അത് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ പോയി വരുന്നവർ അവർ വിവാഹം കഴിക്കുകയും പിന്നെ അവർ വിവാഹം തിരിച്ചു വരികയും ചെയ്യുക. ഇതൊക്കെ അതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുന്ന മാർഗരേഖകളായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഖുർആനില് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ട നിയമങ്ങൾ തെറ്റും ശരിയും ഹലാലും ഹറാമും എല്ലാ കാലത്തേക്കും മാറ്റമില്ലാതെ തുടരേണ്ടതല്ല അല്ലല്ലോ? മനസ്സിലായില്ല. അതായത് മുഹമ്മദ് നബി ദീൻ പൂർത്തിയാക്കുന്ന കാലത്ത് അല്യവും അക്കുമലത്തിലക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദീൻ പൂർത്തിയാക്കിയല്ലോ. അതിനോടകം അള്ളാഹ് ഹലാലാക്കിയത് ഹലാലും ഹറാമാക്കിയത് ഹറാമും ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും ഉത്തമമായ നിയമവും അതല്ലേ? അങ്ങനെ തന്നെയാണ്. ആ നിയമത്തില് അടിമത്ത ഹലാലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഈ അള്ളാഹു എന്ന് പറയുന്നത് സൃഷ്ടാവാണ്. അവന് കഴിഞ്ഞതും എനിക്ക് ത്രികാല
ജ്ഞാനിയാണ്, അങ്ങനെ പറയാം. ത്രികാലജ്ഞാനിയായ അള്ളാഹു ഏറ്റവും അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞിട്ട് ആയിട്ടുള്ള അള്ളാഹു എന്താ പറയാ ഉസ്വത്തുൻ ഹസന ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദിലൂടെ ഉദാഹരണ സഹിതം ജീവിച്ചു കാണിച്ചു കൊടുത്ത ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ്. അതാണ് പറഞ്ഞത്, അടിമത്തം അന്ന് ഹലാലായിരുന്നു. മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോ ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് പ്രിസൈസ് ചെയ്തിട്ട് പറയാം. ഇന്ന് ഈ 2025 ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും വളരെ മോശമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയായിട്ട് നമ്മൾ വിചാരിക്കുന്ന തെറ്റായ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതിൽ ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുള്ള അതിന്റെ ഗുണഭോക്താവായിട്ടുള്ള ആളായിരുന്നു മുഹമ്മദ് നബി, അല്ലെ? കഴിഞ്ഞു. പിന്നെ അപ്പൊ നമുക്ക് എങ്ങനെ ഉസ്വത്തുൽ ഹസന ഉണ്ടാവുക? അതാണ് സുഹൃത്തെ പറഞ്ഞത്. അത് നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള, ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഭരണഘടന അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ ചെയ്യാം. നാളെ അതിന്റെ വിരുദ്ധമായ നിയമ സംവിധാനം വന്നു കഴിഞ്ഞിട്ട് ഇന്ന് ചെയ്തതൊക്കെ തെറ്റായ സംഭവം നമുക്ക് ബോധ്യപ്പെടും. അതായത് ഇന്നത്തെ നിയമത്തിൽ, ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അന്ന് മനസ്സിലാവും. തീർച്ചയായും മനസ്സിലാവും. അപ്പൊ ഖുർആനിലെ അടിമത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്നത്തെ കാലത്ത് ന്യൂനത ഉണ്ടായിരുന്നു. അന്ന് നിലനിൽക്കുന്ന സംവിധാനമായിരുന്നല്ലോ അത്. നിർത്താൻ പറ്റില്ല സുഹൃത്തെ. നമ്മൾക്ക് ഒരു കാര്യം പെട്ടാലും പെട്ടില്ലെങ്കിലും ആ സംഭവം അത് അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ അടിമത്തം അന്നത്തെ ആളുകൾക്ക് അത് മോശമായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും അടിമത്തം എന്ന് പറയുന്നത് മോശം കാര്യല്ലേ. അതുകൊണ്ടല്ലേ അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗങ്ങൾ അവിടെ നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചു, അത് നിർത്തലാക്കണം എന്ന് അള്ളാഹു ആഗ്രഹിച്ചു എന്ന് പറയുമ്പോ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ വാദം മുഴുവൻ പൊളിഞ്ഞു. തീർച്ചയായിട്ടും അള്ളാഹു ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് ആഗ്രഹിച്ചു, മുഹമ്മദ് നബി ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് മുഹമ്മദ് നബിക്കും അള്ളാഹ്ക്കും അപ്പൊ ബോധ്യമുണ്ട്. തീർച്ചയായും ആ തെറ്റാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യം മുഹമ്മദ് നബി തന്റെ ജീവിതത്തിൽ ചെയ്തു എന്നാണോ? അപ്പൊ മുഹമ്മദ് നബി ജീവിക്കുന്ന സാഹചര്യത്തിലുള്ള കാര്യം അതായത് നോക്കൂ, അത് നിർത്തലാക്കേണ്ട ഒരു തിന്മയാണ്, അത് തെറ്റാണ്, മോശമാണ് എന്ന് അറിയുകയും എന്നാൽ ആ കാലഘട്ടത്തിലെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് പെട്ടെന്ന് നിർത്താൻ കഴിയാത്തൊരു സംഭവം ആയതുകൊണ്ട് തൽക്കാലം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അതേ സമയത്ത് അത് നിരുത്സാഹപ്പെടുത്താനും അതേപോലെ തന്നെ അത് ഇല്ലാതാക്കാനും കാലം കൊണ്ട് അതില്ലാതാവാനും മുഹമ്മദ് നബി ആഗ്രഹിച്ചു എന്നാണ് നിങ്ങളെ വാദം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അടിമ സ്ത്രീനെ സമ്മാനം വാങ്ങിയിട്ട് പുതിയൊരു കീഴ്വഴക്ക നബി അവിടെ സ്ഥാപിച്ചത്? തെറ്റായ സംവിധാനമാണല്ലോ. അതായത് നോക്കൂ നമ്മളിവിടെ ഒരു മദ്യവിരുദ്ധ പ്രസ്ഥാനം തുടങ്ങുകയാണെന്ന് വിചാരിച്ചോളൂ. മദ്യപാനം തെറ്റാണ് എന്നതുകൊണ്ടാണല്ലോ നമ്മൾ മദ്യവിരുദ്ധ സംവിധാനം തുടങ്ങുന്നത്. ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യരെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. മുഹമ്മദ് നബി ആദ്യകാലങ്ങളിൽ കള്ളുടിച്ചിരുന്നോ? അതെനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. നിങ്ങൾ അഖീദ പ്രകാരം കുടിച്ചിട്ടുണ്ടാവോ? അതിപ്പോ മദ്യപാനം എന്നൊക്കെ പറയുമ്പോ അതിനെക്കുറിച്ച് നമുക്ക് മുഹമ്മദ് നബി നുബുവത്തിന് മുൻപ് അല്ലെങ്കിൽ ഖുർആൻ വ്യഭിചാരം ഹറാമാക്കുന്നതിന് മുമ്പ് വ്യഭിചരിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടോ? വിചാരം ഹറാമാക്കുന്നതിന് മുമ്പ് നമുക്ക് വിചാരിക്കുന്ന കുഴപ്പമില്ലല്ലോ, അത് ഹലാലാണല്ലോ നിലവിൽ. അല്ല, മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടോ? എനിക്കറിയില്ല, വ്യക്തമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എങ്ങനെയാണ് വിശ്വാസമായി ചെയ്താൽ തന്നെ തെറ്റല്ല. നിലവിലുള്ള സംവിധാനത്തിൽ നമുക്ക് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മദ്യം സുഭിക്ഷമായിട്ട് ഒരു നാട്ടില് അതാത് കാലത്തുള്ള നിയമം അനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എന്ത് മാതൃക ഉണ്ടാവുക? സുഹൃത്ത്, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്. അവിടെയാണ് തെറ്റിപ്പോകുന്നത്. കാരണം ഒരു സംവിധാനം, ഒരു സംസ്കാരം നിലനിൽക്കുന്ന നാട്ടിൽ അത് അന്നത്തെ ശരിയാണെന്ന് കരുതുന്നത്. അതല്ല, ശരിയാണെന്ന് കരുതിയിട്ടില്ല, അന്ന് തെറ്റാണെന്ന് മുഹമ്മദ് നബിക്ക് അറിയാം. മുഹമ്മദ് നബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തുള്ള അറിവല്ലേ ഉണ്ടാവുള്ളൂ. മുഹമ്മദ് നബിക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണല്ലോ അത് നിരോധിക്കാൻ വേണ്ടി, അല്ല മീൻസ് അത് നിരുത്സാഹപ്പെടുത്താൻ നബി ശ്രമിച്ചത് അല്ലേ? അതെ, തീർച്ചയായും. തെറ്റല്ലാത്തൊരു കാര്യം നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, ആവശ്യമില്ല. അപ്പൊ മുഹമ്മദ് നബിക്ക് അത് തെറ്റാണെന്ന് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി ഹിദായത്തേക്ക് ക്ഷണിച്ചിട്ട് കത്ത് എഴുതുമ്പോ പകരം സമ്മാനമായിട്ട് പെൺശരീരം വാങ്ങുവോ അടിമനെ? ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബി ഒരു സമ്മാനം അങ്ങോട്ട് അടിമ സ്ത്രീയെ കൊടുത്തു വിട്ടതല്ലോ.
അടിമസ്ത്രീയെ മുഹമ്മദ് നബിക്ക് കൊടുത്തുവിട്ടതാണ് സമ്മാനമായിട്ട്. അല്ല പിന്നെ ഞാൻ പറയട്ടെ, പറയട്ടെ. അങ്ങോട്ട് കൊടുത്തു വിടുന്നതും ഇങ്ങോട്ട് സ്വീകരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? നിലവിലുള്ള സംവിധാനം ഉദാഹരണം പറയാം. നിലവിലുള്ള സംവിധാനം തെറ്റാണ്, പക്ഷെ അത് ഒറ്റയടിക്ക് നിർത്തലാക്കിയാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നിലവിലുള്ള സംവിധാനം തെറ്റാണെന്നല്ല, നിലവിലുള്ള സംവിധാനം ആ കാലഘട്ടത്തിൽ ശരിയാണ്. ഭാവിയിൽ അത് സമൂഹത്തിൽ തെറ്റാണ് എന്നറിയാമെന്നാ പറഞ്ഞത്. നിലവിൽ തെറ്റാവൂല. അന്നത്തെ സംസ്കാരപരമായിട്ട്. അതായത് 2024-20 ആവുമ്പോ 2000 ആവുമ്പോഴത്തേക്ക് അടിമത്തം തെറ്റാണെന്നുള്ള ഒരു ബോധ്യം മനുഷ്യർക്ക് ഉണ്ടാകും. അപ്പോഴേക്ക് പതുക്കെ നിങ്ങൾ അടിമത്തൊക്കെ അവസാനിപ്പിക്കണം എന്നാണോ നബി തീരുമാനിച്ചത്? അവസാനിക്കുമെന്നോ സിസ്റ്റാറിന് അറിയാമെന്ന് ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ പ്രവാചകനെ പറഞ്ഞയച്ചത്? അതാണ് ഞങ്ങൾ ചോദിച്ചത്. അള്ളാഹ്ക്ക് തലക്ക് സുഖല്ലേ? മനുഷ്യർക്ക് നോക്കൂ, ദൈവികമായ ഇടപെടലുകളില്ലാതെ മനുഷ്യർക്ക് തെറ്റായി തോന്നുന്ന കാര്യം മനുഷ്യർക്ക് തെറ്റായി തോന്നുന്ന ഒരു കാലഘട്ടം വരും. അപ്പൊ അത് അവരവിടെ നിർത്തിക്കോളും എന്ന് ബോധ്യമുള്ള ആളാണ് അള്ളാഹ്. അത് അതിനു വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹ് നബീനെ പറഞ്ഞയച്ചത്? അടിമത്തത്തിന് വേണ്ടി മാത്രം പറഞ്ഞയച്ചത്. പിന്നെന്തിനാ പറഞ്ഞയച്ചത്? മദ്യം തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? കുടിക്കണില്ലേ? അതായത് അത് മുസ്ലിം പറയാൻ പറ്റില്ല, മുസ്ലിം നാമധാരിന്ന് പറയാൻ പറ്റുള്ളൂ. ഇസ്ലാമിനെ അനുശാസിക്കുന്നവര് മദ്യപിക്കൂല. അതങ്ങനെ തന്നെയല്ലേ? അപ്പൊ അള്ള തെറ്റാണെന്ന് പറയുന്നത് നാട്ടില് നടപ്പിലായതുമില്ല. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അള്ളാഹു തെറ്റാണെന്ന് പറഞ്ഞ കാര്യം വലിയ തെറ്റായിട്ട് മനുഷ്യന്മാർ ഇന്നത്തെ കാലത്ത് കാണുന്നില്ല. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യട്ടെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവും. അതായത് പലിശ, മദ്യപാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വലിയൊരു ക്രിമിനൽ കുറ്റമായിട്ട് ആധുനിക കാലത്ത് മനുഷ്യന്മാര് കാണുന്നില്ല. അതേ സമയത്ത് അത് അള്ളാഹു തെറ്റായി കാണുകയും അത് നിരോധിക്കുകയും ചെയ്തു. എന്നാൽ ആധുനിക കാലത്തെ മനുഷ്യന്മാർക്ക് അടിമത്തം എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റായിട്ടും വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടും മനസ്സിലായി. അവരത് നിർത്തലാക്കുകയും ചെയ്തു. അത് പൂർണ്ണമായിട്ട് നിർത്തലാക്കി. ആ കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ നിലപാട് അതൊരു 1000-1500 കൊല്ലം കൊണ്ട് മനുഷ്യന്മാർക്ക് മനസ്സിലാകും, അതുപോലെ നിർത്തിക്കോളും എന്ന് മനുഷ്യന്മാർക്ക് അള്ളാഹുവിന് ബോധ്യമുണ്ടായി. അതുകൊണ്ട് അള്ളാഹു നിരോധിച്ചതുമില്ല. അതിന്റെ ആവശ്യമില്ല. ഇത് ശരിക്കും നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറയും. അതാണ് എന്നൊന്ന് പറയാനിരിക്കും. സമൂഹത്തിൽ കാലാകാലം നിലനിൽക്കുന്ന കാര്യങ്ങളിലാണ് മനുഷ്യർക്ക് ബോധനം കൊടുക്കുന്നത്. നിങ്ങളത് ഉപയോഗിക്കരുത്, നിങ്ങളത് ചെയ്യരുത്. അതാണ് അത് സംഭവിച്ചത്. അസൽ കാലാകാലം നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകത്ത് നിന്നും അപ്രത്യക്ഷമാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും നിരോധനം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിനാണ് നമ്മൾ അള്ളാഹു വിളിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു വിളിക്കുന്നത്. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അതായത് ലോകത്ത് പിന്നീട് മനുഷ്യന്മാര് നിരോധിച്ചോളും എന്ന് വിചാരിക്കുന്ന കാര്യം തെറ്റാണെന്ന് പറയേണ്ട കാര്യം നിരോധിച്ചോളൂന്നല്ല, അത് കാലക്രമേണ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും. അത് വെറുതെ അപ്രത്യക്ഷമായതല്ല, മനുഷ്യർ നിയമം ഉണ്ടാക്കി ഫോഴ്സ്ഫുള്ളി ഇല്ലാതാക്കി. എല്ലാ കാര്യവും മനുഷ്യരെ കൊണ്ടാണ് അള്ളാഹു ചെയ്യിക്കുന്നത്. മനുഷ്യന് സ്വന്തമായ കാഴ്ചപ്പാടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നാ പിന്നെ ഈ സാധനങ്ങളൊക്കെ അള്ളാഹ് മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് ഇതിന്റെ ഇത് തമാശ എപ്പോഴും മനസ്സിലായിട്ടില്ല. അള്ളാഹു തെറ്റാണെന്ന് പഠിപ്പിച്ച കാര്യം മനുഷ്യന്മാർക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല, മനുഷ്യന്മാരെ എപ്പോഴും ചെയ്യുന്നുണ്ട്. അള്ളാഹു അത് വലിയ കുഴപ്പമൊന്നുമില്ല, തന്നെ നിന്ന് പൊയ്ക്കോളും എന്ന് വിചാരിച്ച കാര്യം മനുഷ്യന്മാർക്ക് തെറ്റാണെന്ന് തോന്നുകയോ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ, താങ്കൾ മനുഷ്യന്മാർ എന്നുള്ള പൊതുവെ ലോകത്തിലെല്ലാ മനുഷ്യരുമായി അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ഒരാള് ഒരിക്കലും മദ്യപിക്കില്ല, വ്യഭിചരിക്കില്ല, ചൂതാട്ടം ചെയ്യില്ല, പരീക്ഷ. അങ്ങനെ ഒരാൾക്ക് അടിമകളെ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമുണ്ട് ഇപ്പോ? സുഹൃത്തെ, ഇപ്പൊ ഇല്ലല്ലോ അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിലോ നാളെ തിരിച്ചു വന്നാൽ താങ്കൾ പറയുന്ന പോലെ ഇസ്ലാമിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് പ്രകാരം ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, ഇസ്ലാം ആഗ്രഹിക്കുന്നത് പ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ആഗ്രഹിക്കുന്ന പ്രകാരം ലോകം മുഴുവൻ ഇസ്ലാമിക ശരീഅത്തിന്റെ കീഴിലുള്ള ഒരു ഭരണക്രമമൊക്കെ ഉണ്ടായി വന്നാൽ അവിടെ ഒരു മുസ്ലിം
ഒരു മുസ്ലിം ഖലീഫ മറ്റൊരു പിന്നെ ബഹുദൈവ വിശ്വാസികളെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെയോ ജൂതന്മാരെയോ ഒക്കെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി. ഞങ്ങളോട് അന്ന് ഉദാഹരണം ചോദിച്ചു. അഫ്ഗാനിസ്ഥാന് വല്ല മ്യാൻമറിനെയോ ഭൂട്ടാനെയോ ഒക്കെ ആക്രമിച്ചിട്ട് അവിടുത്തെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാത്തവര് ചെറുത്തു നിന്നവരൊക്കെ കൊലപ്പെടുത്തി അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അടിമകളാക്കി പിടിക്കാൻ അവിടുത്തെ ഭരണാധികാരി തീരുമാനിച്ചാൽ അത് ഇസ്ലാം അനുസരിച്ച് ഹലാലാണ് ഇപ്പോഴും, അല്ലെ? അതൊക്കെ വെറും അനുമാനങ്ങളല്ലേ? അനുമാനമല്ല, നിയമം. ആരെ പറഞ്ഞ നടക്കൂലെന്ന്? യസീദി പെൺകുട്ടികളെ ISIS എന്ന് പറയുന്ന ഒരു സംഘടന, ISIS എന്ന് പറയുന്ന ഇസ്ലാമിക ഖിലാഫത്ത്, ഒരു മിനിറ്റ്, ISIS എന്ന് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല, ആയിരക്കണക്കിന്. ഞാൻ മറുപടി പറഞ്ഞു. താങ്കൾ തന്നെ പറഞ്ഞു മദ്യപിക്കുന്ന മുസ്ലിം നാമധാരികളുണ്ട്, അത് മുസ്ലിം ആയതുകൊണ്ടാണോ, ഇസ്ലാം അനുവദിച്ചുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? ഒരു ജനതയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ അടിമകളെ പിടിക്കുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നുമല്ല അവരത് ചെയ്തത്. അത് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയല്ലേ? നബി അത് ചെയ്തിട്ടുണ്ട്. നബി അനുവദിച്ചിരുന്ന കാലഘട്ടത്താണ്. എപ്പോഴാണ് നിരോധിച്ചത്? ഏത് വർഷം മുതലാണ് ഇസ്ലാമിൽ അടിമകളെ പിടിക്കൽ നിരോധിച്ചത്? നിങ്ങൾ ഇത് പറയേണ്ടത് നിൽക്കൂ, ഏത് കാലഘട്ടം മുതലാണ് ഇസ്ലാമിൽ പുതുതായിട്ട് അടിമകളെ പിടിക്കുന്നത് നിരോധിച്ചിട്ടുള്ളത്, നിർത്തലാക്കിയിട്ടുള്ളത്? ഇപ്പോഴും അനുവദനീയമല്ല. അതല്ലേ ഞങ്ങളോട് ചോദിച്ചാൽ അത് ഇപ്പോഴും അനുവദനീയമല്ല. അനുവദനീയമാണോ അല്ലേ? ഒരു ഖലീഫ തീരുമാനിച്ചാൽ ഒരു മുസ്ലിം രാഷ്ട്രം അത് ഫോളോ ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. അത് എങ്ങനെ അള്ളാഹുവിന് മുൻകൂട്ടി എല്ലാം അറിയാന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അറിയില്ല. ഇല്ല, അള്ളാഹുവിന്റെ അറിവൊന്നും നമ്മൾ ലോകത്ത് കാണുന്നില്ല. ഞാൻ ഇതിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് സംസാരിച്ച വിഷയത്തിലേക്ക് അതിന്റെ സംസാരിച്ച് നീങ്ങാൻ കാരണം ഞങ്ങൾ പറയുന്നില്ല. അല്ല, നിങ്ങൾ വിഷയത്തിലേക്ക് തന്നെ നിൽക്കൂ. ഞാൻ നിങ്ങളോട് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്, ഒരു ഇസ്ലാമിക ഖിലാഫത്ത് നിൽക്കുന്ന രാജ്യം പിന്നെ ബഹുദൈവ ആരാധനയിലും ഷിർക്കിലും ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റിലും നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുകയും അതവർ നിരസിക്കുകയും, മീൻസ് തൗഹീദിലേക്ക് ക്ഷണിക്കുകയും അതവർ നിരസിക്കുകയും അവിടുന്ന് തിന്മ ഉച്ചാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഖലീഫ തീരുമാനിക്കുകയും അവിടെ ബലം പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ അവിടുത്തെ ജനത തയ്യാറാവുകയാണെങ്കിൽ അവിടുത്തെ യോദ്ധാക്കളെ വധിച്ച് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട്യ അനുവദനീയമാണോ അല്ലേ? ഇസ്ലാമിക ദൃഷ്ട്യ എന്ന് വെച്ചാൽ അന്ന് അവിടെ നടക്കുന്ന വ്യക്തിയായിരുന്നു. യുദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടിരുന്നു. യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ന് യുദ്ധത്തടവുകാരെന്ന് പറയുന്നത് അന്ന് അടിമകളായിരുന്നു. ഇന്ന് നമ്മൾ അതിന് പേര് മാറ്റി പറഞ്ഞു. ആളുകളൊക്കെ സുഹൃത്തെ ഞാൻ പറഞ്ഞ മറുപടി, താങ്കൾ പറഞ്ഞ മറുപടിയാണ് പറയുന്നത്. ഇന്നൊരു പേര് മാറി, ഇന്ന് യുദ്ധത്തടവുകാരനായി, അന്ന് അടിമകളായി. ഞാൻ യുദ്ധത്തടവുകാരെ കുറിച്ചല്ല ചോദിക്കുന്നത്. അതെന്നെ പറയുന്നത്. അല്ല, യുദ്ധത്തടവുകാരെന്നല്ല ഞാൻ പറഞ്ഞത്. കേൾക്കുന്നിടത്ത് പ്രശ്നം കേട്ടോളി. അങ്ങനെ ഒരു ജനതയെ ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തി അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി മാറ്റി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചാൽ ഇസ്ലാമിക ഖിലാഫത്ത് അനുസരിച്ച്, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അത് അനുവദനീയമാണോ അല്ലേ? ഞാൻ പറയുന്നത് താങ്കൾ പറഞ്ഞതിന് മറുപടി ഞാൻ പറയാനല്ലേ? നിങ്ങൾ പറയും. അന്നത്തെ അവസ്ഥ 2025 കാര്യം ചോദിക്കും നിങ്ങളോടെ. അനുവദനീയമാണോ അല്ലേ? മതത്തിൽ അനുവദനീയമാണോ അല്ലേ? ഇതാ ചോദ്യം. ചെയ്യാൻ പാടില്ല, ഇപ്പൊ ചെയ്യാൻ പാടില്ല. എന്തിന്റെ ബേസിൽ? ഏത് ഖുർആൻ അധ്യാപനത്തിന്റെ ബേസിലാണ്? അത് ശരി. അപ്പൊ അത് പറയിപ്പിക്കാനാണ് താങ്കൾ ഇങ്ങനെ പറഞ്ഞു. മനസ്സിലായി. ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും ഉണ്ടാവണ്ടേ? ശരീഅത്ത് നിയമത്തിൽ ഉണ്ടാവണ്ടേ? ഇനിയുള്ള കാലത്ത് ഇത് നടക്കൂലെന്ന് അവനറിയാം, സൃഷ്ടാവിനറിയാം. ഇത് ആകാശത്തുനിന്ന് താങ്കൾ പറയുന്നതാണ്. ഞാൻ പറയില്ല. താങ്കൾ ആകാശത്തുനിന്ന് ചന്ദ്രൻ ഇറങ്ങി ഒന്നും പോണ്ട. ഞാൻ ചോദിക്കുന്നത്,
ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് കുറെ കാലം കഴിയുമ്പോൾ നാട്ടിലുണ്ടാവുന്ന നിയമങ്ങൾ പിൻപറ്റലല്ലോ. അത് അള്ളാഹു ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നൊക്കെ കാര്യങ്ങൾ തെറ്റ്. അതായത് നന്മ തിന്മകളുടെ ശരി തെറ്റുകളുടെ അടിസ്ഥാനം തന്നെ എന്താണ്? ഖുർആനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ നമ്മൾ. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അല്ലാതെ ഇന്ത്യയിൽ ഭരണഘടനയിൽ ഇന്ന തിരുത്തൽ ഉണ്ടാവുന്ന അള്ളാഹ്ക്ക് അന്ന് അറിയാം എന്നുള്ളതല്ല ഇസ്ലാമിന്റെ നന്മ തിന്മ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. പറയട്ടെ, നിങ്ങൾ അക്കീദയിലാണ് പഴു വരുന്നത്. ഞാൻ ചോദിക്കുന്നത് എല്ലാ നന്മ തിന്മകളുടെയും ശരി തെറ്റുകളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനും ഹദീസുമാണ്. ആ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നിർദ്ധരിച്ച ശരീഅത്ത് നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ഖലീഫ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അനുവദനീയമാണോ നിഷിദ്ധമാണോ? ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ആകാശത്തിൽ ചന്ദ്രൻ ഇറങ്ങി ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന ചോദിച്ച ബുദ്ധിക്കാരുടെ ചെയ്തിട്ട് കാണിച്ചിട്ടുള്ള കാര്യമാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് അസംഭവ്യമായിട്ടുള്ള ഭാവനക്കഥയല്ല ഞങ്ങളോട് ചോദിച്ചത്. ഭാവനയാണ് ചോദിച്ചത്. 2010-കളിൽ 2020 മുമ്പ് 2010-നും 20-നും ഇടയിൽ ലോകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യം ആണ് ഞാൻ വീണ്ടും നിങ്ങളോട് ഉദാഹരണമായിട്ട് ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യർ സംസാരിക്കാൻ പറ്റുക. അങ്ങനെ ചെയ്യുന്നത് മതദൃഷ്ടിയാൽ ശരീഅത്തനുസരിച്ച് അനുവദനീയമാണോ അല്ലേ? ഇതാണ് ചോദ്യം. ശരീഅത്തനുസരിച്ചിട്ടോ ഇന്ന് ലോകത്തുണ്ടോ അല്ലേ എന്നല്ല ചോദ്യം. ഇല്ല, അങ്ങനെ അത് ഒരു ക്ലിയർ ആയ ചോദ്യം. ക്ലിയർ ആയിട്ടുള്ള ചോദ്യം. ശരീഅത്തനുസരിച്ച് ഹലാലാണോ സംഭവിക്കൂല എന്ന് ഉറപ്പുള്ള കാര്യം സംഭവിച്ചതാണെന്ന് 2012 മുതൽ 2019 വരെ സംഭവിച്ചുള്ള കാര്യമാണ്. മുമ്പ് സംഭവിച്ചതിനെ കുറിച്ചല്ല 15 വർഷം മുമ്പ് സംഭവിച്ചുള്ള കാര്യമാണ്. എന്തെങ്കിലും 1 വർഷം മുമ്പാണെങ്കിലും അതങ്ങനെ അത് ഉണ്ടാവും, ഇല്ലാതിരിക്കൂല. അപ്പൊ അത് അനുവദനീയമാണോ അല്ലേന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതെങ്ങനെ പിന്നെ തീ അണഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുക കുറെ നേരത്തേക്ക് ഉണ്ടാവൂലേ? അന്ന് പറഞ്ഞ പോലെ അതിന്റെ മണവും കാറ്റും ഒക്കെ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് വ്യക്തിപരമായ കാര്യമോ ഒന്നുമല്ല, ശരീഅത്ത് അനുസരിച്ചുള്ള ഒരു വിധിയാണ്. അത് അനുവദനീയമാണോ അല്ലേ? ഇതാണ് ചോദ്യം. ഇപ്പൊ നമുക്കിപ്പോ ചിന്തിക്കാൻ പറ്റും ശരീരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമല്ല സുഹൃത്തെ ചോദിക്കുന്നത്. നിങ്ങൾ എന്റെ സമയം എനിക്കെടുത്തത് ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന സമയമാണ്. അല്ല, നിങ്ങളാണ് പോലെ നിങ്ങളുടെ ചിന്ത എന്റെ ചിന്തയും നാട്ടുകാരുടെ നിയമം ഒന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അത് അനുവദനീയമാണോ അല്ലേ? ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. പോയിന്റിൽ നിന്ന് നമ്മൾ സംസാരിക്കും. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഒരു ഖലീഫ നിലവിലുള്ള ഒരു ഇസ്ലാമിക ഖലീഫ ആ ദേശത്തിന് പുറത്തോ അകത്തോ ഉള്ള മറ്റൊരു പ്രദേശത്തെ ഒരു ജനതയുടെ മേൽ തൗഹീദിലേക്ക് കടന്നു വരാൻ ആവശ്യപ്പെടുകയും ശിർക്ക് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അവരത് നിരസിക്കുകയും ഈ രാജ്യത്തിനോട് അവർ തമ്മിൽ ഒരു പോരാട്ടം നടന്നു എന്ന് സമ്മതിക്കുക, പോരാട്ടം നടക്കുകയും ചെയ്താൽ അവിടെയുള്ള ജനങ്ങൾ ചെറുത്തു നിൽക്കുകയും അവര് പുരുഷന്മാരെയൊക്കെ കൊന്നുകളയുകയും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ചുകൊണ്ടുവന്ന് സമ്പത്തിന്റെ ഭാഗമാക്കി അത് ക്രയവിക്രയാധികാരങ്ങളോടുകൂടി മറ്റു മനുഷ്യർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ബൈത്തുൽ മാലിൽ സൂക്ഷിച്ച് അവിടുന്ന് ലേലത്തിൽ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് അനുവദനീയമാണോ അല്ലേ? ഏതിന്റെ അടിസ്ഥാനം? എന്ത് ഖുർആനിക ശരീഅത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നമുക്ക് നടക്കൂല എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തെളിവുകൾ പറഞ്ഞാൽ മതി. നടക്കൂല, അത് ലോകത്തുണ്ടാവൂല. എന്തുകൊണ്ട് ലോകത്തുണ്ടാവൂല? ലോകത്തിന്റെ കാര്യമല്ല സുഹൃത്തെ ഞാൻ ചോദിക്കുന്നത്. ഈ അമേരിക്കന്റെയും ഇസ്രായേലിന്റെയും നരേന്ദ്രമോദിന്റെയും കാര്യമല്ല ഞങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്നത് ശരീഅത്തിന്റെ തെളിവാണ്, മതത്തിന്റെ നിയമം. അത് പറയും. തെറ്റെപ്പോഴും മാറി എഴുതാൻ തെറ്റാണ് സുഹൃത്തെ. നിങ്ങളത് മതത്തിന്റെ തെളിവ് വെച്ചോളി. അത് തെറ്റാണ്. മതം തെറ്റായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടിമത്തം തെറ്റാണെന്നും അത് പല രീതിയിലും നമുക്ക് അടിമത്തം തെറ്റാണെന്ന് പറഞ്ഞ ഒരു ഖുർആൻ വചനം പറയും. ഞാൻ കാണിച്ചു തരാം.
അടിമത്തം തെറ്റാണ്. ഞാൻ ഇപ്പൊ എനിക്ക് നിലവിൽ സമയമില്ല, ഞാൻ തന്നെ കുളിക്കാൻ വേണ്ടിട്ട്. അടിമത്തം തെറ്റാണ്, ഞാൻ പറഞ്ഞത് അടിമത്തം തെറ്റാണെന്ന് പറഞ്ഞതല്ല, അടിമത്തം തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന വചനങ്ങൾ ഖുർആനിൽ ഞാൻ അടിമത്തം നിങ്ങൾ ഈ പറഞ്ഞതിന് തെളിവ് പറയും. ഈ ശരീഅത്ത് ഇപ്പോഴത്തെ ശരീഅത്ത് അനുസരിച്ചിട്ട് അത് അനുവദനീയമാണോ അല്ലേ? ഇതാണ് ചോദ്യം. അങ്ങനെ സംഭവം ഉണ്ടാവില്ലാത്തൊരു ശരീഅത്തിൽ അനുവാദം ഉണ്ടോ ഇല്ല എന്നാണ് സുഹൃത്തെ ചോദ്യം. എന്ത് അടിമത്തും അനുവാദം ഉണ്ടോ? അതെ അതെ, അതിന്റെ ഇത്രയും ആദ്യമേ തന്നത്. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. നമ്മൾ നാട്ടുകാർ സമ്മതിക്കുമല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ലോ. നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാള് അല്ലെങ്കിൽ നിങ്ങളൊരു കൂട്ടുകാരൻ രണ്ടാമത് പെണ്ണ് കെട്ടുവോ ഇല്ലേ, പെണ്ണെട്ടൽ അനുവദനീയമാണോ അല്ലേന്ന് ചോദിച്ചാൽ ഓന്റെ ഭാര്യ സമ്മതിക്കൂല എന്നാ പറയാ? അതാണ് ഇസ്ലാമിന്റെ നിയമം, അങ്ങനെയാണോ പറയാ? ഓന്റെ ഭാര്യ ഓന്റെ വാപ്പിയമ്മയൊന്നും രണ്ടാം ഘട്ടത്തിന് സമ്മതിക്കൂല എന്നാണ് നിങ്ങൾ ഉത്തരം പറയാ? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ മരിക്കോ, അയാൾ മരിക്കും, അങ്ങനെയൊന്നല്ലോ, നമുക്കറിയാത്ത വിഷയത്തില് അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത്. താങ്കളുടെ വാദം ജയിക്കാൻ വേണ്ടിട്ട് താങ്കൾ എന്നെ തോൽപ്പിച്ചോളി, ഞാൻ അതിനാ കാത്തിരിക്കണേ. നിങ്ങൾ ആ നിയമം പറഞ്ഞാൽ മതിയാ, തീർന്നില്ലേ? ശരിയനുസരിച്ച് അത് തെറ്റാണ് എന്ന് സ്ഥാപിച്ച പ്രശ്നം തീർന്നില്ലേ? താങ്കൾ തോൽപ്പിക്കുന്നതിന്റെ ഉദ്ദേശമൊന്നുമല്ല. നമ്മള് ഈ കാര്യത്തിൽ നടക്കൂലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, അത് താങ്കളുടെ വിദ്യാബോധമാണ്. നിലവിലില്ലാത്തനുസരിച്ച് 2025 ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അടിമകളെ സ്വീകരിക്കുന്നതും അടിമകളെ നിലനിർത്തുന്നതും അടിമത്തം നിലനിർത്തി കൊണ്ടുപോകുന്നതും തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള ശരീഅത്തിന്റെ നിയമങ്ങൾ കൊണ്ടുതരാൻ എത്ര സമയമാണ്? മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നാണ് എന്റെ അറിവ് ലോകത്ത്. ഇവരാരും ചെയ്യാത്തൊരു കാര്യം അവർ ചെയ്താൽ എന്നിങ്ങനെ ചോദിക്കാൻ യാതൊരു അർത്ഥവുമില്ല. ഞാൻ ചോദിച്ചത് ചോദ്യമല്ലല്ലോ, ശരി, ചോദ്യം തന്നെ. താങ്കളൊരു കുറ്റപ്പെടുത്ത ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ നിലപാട് ഇപ്പൊ നിലവിലില്ലാത്ത സമ്പ്രദായം 14ാം നൂറ്റാണ്ട് മുമ്പ് നിരോധിച്ചില്ല എന്ന് പറയുന്നത് ഇത് ഒരു ഔചിത്യമില്ലാത്തൊരു ചോദ്യം. നിലവിലില്ലാത്തൊരു കാര്യം ഞാൻ ചോദിക്കുന്നത് നിരോധിക്കുന്ന പറഞ്ഞാൽ ലോകത്ത് നിലനിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യല്ലേ എന്ന് പറയാനാണ്. അപ്പൊ നിലനിൽക്കൂലെന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യില്ലെന്ന് പറയണം. അത് നിലവിലുണ്ടാവൂല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ശരീഅത്ത് അനുസരിച്ചിട്ട് ഈ വ്യവസ്ഥിതിയെ കുറിച്ചുള്ള നിലപാടാണ്. ഞാൻ എന്തായാലും പിന്നെ നമ്മൾ താങ്കൾ പറഞ്ഞ 4:24 ഞാൻ പറഞ്ഞ അടിമ ഇത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സിനാരിയോ വെച്ചിട്ട് അത് ശരീഅത്ത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിന്റെ തെളിവാണ് എനിക്ക് ശരീഅത്ത് എന്ന് വേണ്ടത്. അത് ഖുർആനിന്നാകാം, സുന്നത്തുന്നാവാം, എന്തെന്നാവാം. അപ്പൊ അതുമായിട്ട് നിങ്ങൾ വരുന്നതും കാത്ത് ഞാനിവിടെ ഒരു വേഴാമ്പലിനെ പോലെ ഇരിക്കും. ഞാൻ വരും. ശരി. എറണാകുളത്തുണ്ട്, കാക്കനാട്. കാക്കനാടല്ലേ? ആയിക്കോട്ടെ. ഓക്കെ, ശരി.